ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതി തീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സ്വാതന്ത്ര്യദിന ആശംസകൾ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നാരായണ. എല്ലാവരും സ്വാതന്ത്ര്യദിനം ഇന്ന് ആഘോഷിച്ച് കാണും. ഭാരതീയരായിട്ടുള്ള എല്ലാവർക്കും അഭിമാനത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെയൊക്കെ ദിവസമാണ് ഇന്നത്തെ ദിവസം. അനേകകാല വിദേശാധിപത്യത്തിൽ നിന്ന് ഭാരതം അതിൻ്റെ സ്വത്വത്തിലേക്ക് മടങ്ങാനുള്ളതായിട്ടുള്ള ആദ്യത്തെ ആ ഒരു കാൽവെപ്പാണ് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം. പക്ഷേ ഇത്രയും കാലമായിട്ടും ആ ഭാരതത്തിൻ്റെ യഥാർത്ഥ സംസ്കാരത്തിലേക്ക്, അതിൻ്റെ പ്രൗഢിയിലേക്ക്, ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്ന ആ പാരമ്പര്യത്തിലേക്ക് മുഴുവനായിട്ടും എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് തടസ്സമായിരിക്കുന്ന പല കാരണങ്ങളും പല ശക്തികളും ഇവിടെ തന്നെ, ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഭാരതം അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് അല്ലെങ്കിൽ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതിരിക്കുന്നത്. ഭരണഘടനയിൽ മതേതരത്വം എന്നൊരു വാക്ക് മുമ്പുണ്ടായിരുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്ത് കുറുക്ക് വഴിയിലൂടെ എഴുതി ചേർക്കപ്പെട്ടതായിട്ടുള്ളൊരു പദം. അത് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നു. മതേതരത്വം എന്നുള്ള മയക്കുമരുന്ന് അത് ഹിന്ദുക്കൾക്ക് മാത്രം ബാധകമായിട്ടുള്ളതാണ്. അതാണ് അതിൻ്റെ കുഴപ്പം. ബാക്കി ആർക്കും അത് ബാധകമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം വേണ്ട പോലെ ആ ഒരു അതിൻ്റെ വസന്തകാലത്തേക്ക് വരാതിരുന്നിട്ടുള്ളത്. ഇനിയും എത്ര കാലം എടുക്കുമോ അതാ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ. എന്തായാലും നമുക്കെല്ലാം പ്രാർത്ഥിക്കാം, അതിനെല്ലാം കഠിനമായി പരിശ്രമിക്കാം. സനാതനധർമ്മമാണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ. മറ്റുള്ള മതസ്ഥർക്കെല്ലാം ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. ആരും ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. എല്ലാവർക്കും അവരവരുടെ മതം അവരവരുടെ സ്വന്തം ഇടങ്ങളിൽ സ്വതന്ത്രമായി അനുഷ്ഠിക്കാം, ആചരിക്കാം. അവരവരുടെ പള്ളികൾ, ബുദ്ധവിഹാരങ്ങൾ, അല്ലെങ്കിൽ സിഖുകാരുടെ ആരാധനാലയങ്ങൾ, മുസ്ലിം മോസ്കുകൾ, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇടങ്ങളിൽ തീർച്ചയായിട്ടും അവരവരുടെ മതങ്ങൾ അഭ്യസിക്കാവുന്നതാണ്. മതം എന്നുള്ളതൊരു വ്യക്തിഗതമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിക്കുള്ളതാണ്, അല്ലാതെ അതൊരു പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടതല്ല.
എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ ആ ഒരു മതേതരത്വം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പ്രയോജനത്തിൽ വരികയാണ്. മറ്റുള്ളവരെ ബലം പ്രയോഗിച്ച് മതം മാറ്റാനോ ഏതെങ്കിലും പ്രലോഭിപ്പിച്ച് മതം മാറ്റാനോ ഒക്കെ പരിശ്രമിക്കുന്നത് വയലൻസിന് കാരണമാകും. കാരണം ഒരു വ്യക്തി അവൻ ജനിച്ചു വളർന്ന ആ ഒരു സംസ്കാരത്തിൽ നിന്ന് ഭിന്നമായി മറ്റൊരു സംസ്കാരം സ്വീകരിക്കുമ്പോൾ അവന് ഒരു പറിച്ചു നടലാണ് നടക്കുന്നത്. അതോടുകൂടി അവൻ സ്വന്തം ഗൃഹത്തിൽ സ്വന്തം ബന്ധുക്കളുടെ ഇടയിലൊക്കെ ഒരു അന്യനായി മാറുന്നു. അവർക്കൊരു ശത്രുവിനെ പോലെയായി മാറുന്നു. അതാണ് വയലൻസിന് കാരണം. അതുകൊണ്ട് കൺവേർഷൻ ഈസ് വയലൻസ് എന്ന് നമ്മുടെ ഗുരുനാഥൻ ദയാനന്ദ സരസ്വതി സ്വാമികൾ എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ചിട്ടുള്ളൊരു പ്രബന്ധം ലോക വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അത്രയും പ്രശസ്തമായിട്ടുള്ളൊരു പ്രബന്ധമാണ് കൺവേർഷൻ ഈസ് വയലൻസ്. ഒരാളെ മതം മാറ്റുന്നത് വലിയൊരു ഹിംസയാണ്. ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഭാരതത്തിൽ ജീവിക്കുന്ന മറ്റ് മതസ്ഥർ സ്വീകരിക്കണം. ഞങ്ങളുടെ മതം പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതിൽ ആകൃഷ്ടരായി അതിൽ നല്ലതുണ്ട് എന്ന് തോന്നി ആർക്കെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം അതിൻ്റെ ഫിലോസഫിയെ സ്വീകരിക്കാം. അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ വേണമെങ്കിൽ വൈയക്തികമായി അനുഷ്ഠിക്കാൻ, മറ്റുള്ളവരെ ബാധിക്കാതെ, സ്വന്തം ഗൃഹത്തിലുള്ളവരെ പോലും വേദനിപ്പിക്കാതെ സ്വന്തം ഇതിനനുസരിച്ച് അനുഷ്ഠിക്കാവുന്നതാണ്. പള്ളിയിൽ പോകുന്നതോ ക്രിസ്മസ് ആഘോഷിക്കുന്നതോ ഈസ്റ്ററിന് പങ്കെടുക്കുന്നതോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നോമ്പുകളും വ്രതങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നതോ ഒക്കെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാം. അത് വേറെ ആർക്കും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ. അങ്ങനെ ആർക്കും ഏത് മതവും സ്വീകരിക്കാം. അതുപോലെ മറ്റുള്ള മതത്തിലുള്ളവർക്ക് അവരുടെ പശ്ചാത്തലം മാറാതെ തന്നെ മാനസികമായിട്ട് ഹിന്ദുമതം സ്വീകരിച്ച് ബാക്കി ഫിസിക്കലി ആവശ്യമില്ല, മനസ്സുകൊണ്ട് സ്വീകരിച്ച് അതിൻ്റേതായിട്ടുള്ള ഫിലോസഫിയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, അതിൽ ശ്രദ്ധയുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അതും അയാളുടെ പശ്ചാത്തലത്തിന് യാതൊരു ഹിംസയും ചെയ്യാതെ, അയാളുടെ ബന്ധുക്കളെയോ മിത്രങ്ങളെയോ വേദനിപ്പിക്കാതെ. ആ രീതിയിൽ വേണം. ഈ മതം എന്നുള്ളതൊരു ആശയമാണ്, അഥവാ ബുദ്ധിപരമായിട്ടുള്ളൊരു നിശ്ചയമാണ്. അത് മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള ഒരു തലത്തിലാണ് അതിൻ്റെ പ്രയോഗം. ബാക്കി ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും മതമൈത്രിയോടുകൂടെ ഒരു മതരാഷ്ട്രം ഇവിടെ വരണം എന്നുള്ള ചിന്തയില്ലാതെ, ഇപ്പം നമ്മൾ ഹിന്ദുക്കൾ ഹിന്ദുരാഷ്ട്രം വരണമെന്നോ, മുസ്ലിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം വരണമെന്നോ, ക്രിസ്ത്യാനികൾ ബൈബിളിൽ പറയുന്ന സ്വർഗരാജ്യം വരണമെന്നോ ഉള്ളൊരു മത്സര ബുദ്ധിയില്ലാതെ എല്ലാവരും സഹോദരങ്ങളായി സുഖമായി ഇവിടെ കഴിയാം. ഈ മതത്തിൻ്റെ പേരിലുള്ള കലഹങ്ങൾ ഒഴിവാക്കിയാൽ വലിയൊരു ആശ്വാസം ഈ ജനങ്ങൾക്കൊക്കെ ഉണ്ടാവും. ഈ രാജ്യത്ത് സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും എല്ലാവർക്കും. ഈ മതമത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് രാഷ്ട്രീയക്കാരുമാണ്. കാരണം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരും ആ മതത്തിൽ തൊട്ടുള്ള കളിയില്ലാതെ
രാഷ്ട്രീയം പറയട്ടെ, രാജ്യത്തിൻ്റെ നന്മയെക്കുറിച്ച് അവർ പറയട്ടെ. ഞങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി ഇന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, നിങ്ങൾ ഞങ്ങളെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കൂ, ഞങ്ങളുടെ ആദർശങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് ആ ആദർശങ്ങളോട് ആഭിമുഖ്യമുള്ളവരൊക്കെ അവരെ അനുകൂലിക്കട്ടെ. ഏത് ആദർശങ്ങൾക്കാണോ കൂടുതൽ ആളുകൾ അനുകൂലമായി നിൽക്കുന്നത് അതാണ് ജനാധിപത്യത്തിൽ അവരാണ് ഭരണം കൈയാളുക. എങ്കിലും മറ്റുള്ളവരുടെ നന്മകളെയെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് അവരെയും വേദനിപ്പിക്കാതെ ഭരണം നടത്തേണ്ടതാണ്. അതാണൊരു സദ്ഭരണം. അതുതന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഭരണ നേതൃത്വത്തിലുള്ള പ്രധാനമന്ത്രിജി മോദിജി വിഭാവനം ചെയ്യുന്നത്. സബ്കാ സാത്ത് സബ്കാ വികാസ് അല്ലേ, എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാം എന്നുള്ള രീതിയിലാണ്. അതെല്ലാവരും ഉൾക്കൊണ്ട് ഈ രാജ്യത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. ഓരോരുത്തർക്കും അവരവരുടെ മത ആചാരങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ അനുഷ്ഠിക്കാനുള്ളതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. അതിനായിക്കൊണ്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അതിന് എതിരായിരിക്കുന്ന ആളുകളെ, ശക്തികളെ നമുക്ക് ഏത് രീതിയിൽ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുമോ അത് വേണ്ടിയും വരും. കാരണം നമുക്ക് സമാധാനമായിട്ട് നമ്മുടെ മതം അനുസരിക്കുന്ന രീതിയിൽ ജീവിക്കണമെങ്കിൽ അതിനെ ഉപദ്രവിക്കുന്ന ആളുകളിവിടെ ഉണ്ടാവരുത്, അതിന് തടസ്സം നിൽക്കുന്ന ആളുകളിവിടെ ഉണ്ടാവരുത്. അപ്പോൾ ആ ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടാവട്ടെ. സ്വാതന്ത്ര്യം നീണാൾ വാഴട്ടെ. ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്നുള്ളത് അവനവൻ്റെ ആത്മസ്വരൂപത്തെ അറിഞ്ഞ് താൻ ബന്ധനസ്ഥനല്ല, താൻ നിത്യമുക്തനാണെന്നുള്ള അറിവാണ്. ആ അറിവ് നേടലാണ് ആത്യന്തികമായിട്ടുള്ള സ്വാതന്ത്ര്യലബ്ധി. അതിലേക്കായിക്കൊണ്ട് എല്ലാവർക്കും പ്രയാണം ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമുക്ക് നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. നാരായണ, ഒരു മിനിറ്റ്, ആരോ വന്നിരിക്കണം, നോക്കട്ടെ. നാരായണ, നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ 71 അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ തൻ്റെ ഭാര്യമാരും മക്കളുമൊക്കെ ആയിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്ന് ഇനി യുധിഷ്ഠിരൻ്റെ രാജസൂയ യാഗം നടത്തിക്കൊടുക്കാനുള്ള ആലോചനകളാണ്. നമുക്ക് 11 ശ്ലോകം മുതൽ വായിക്കാം.
71 അധ്യായത്തിലെ 11 ശ്ലോകം മുതൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഏകസപ്തതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇത്യുദ്ധവവചോ രാജൻ സർവതോ ഭദ്രമച്യുതം ദേവർഷിർയദുവൃദ്ധാശ്ച കൃഷ്ണശ്ച പ്രത്യപൂജയൻ. അഥാതിസത്പ്രയാണായ ഭഗവാൻ ദേവകീസുതഃ ഭൃത്യാൻ ദാരുകചൈത്രാദീൻ അനുജ്ഞാപ്യ ഗുരൂൻ വിഭുഃ. നിർഗമയ്യാവരോധാൻ സ്വാൻ സസുതാൻ സപരിച്ഛദാൻ സംഘർഷണമനുജ്ഞാപ്യ യദുരാജം ച ശത്രുഹൻ. സൂതോപനീതം സ്വരതം ആരുഹദ്ഗരുഡധ്വജം. തതോ രഥദ്വിപബടസാദിനായകൈഃ കരാളയാ പരിവൃത ആത്മസേനയാ മൃദംഗഭേര്യാനകശങ്കഗോമുഖൈഃ പ്രഘോഷഘോഷിത്കകുബോ നിരാക്രമത്. നൃവാജികാഞ്ജനശിബികാഭിരച്യുതം സഹാത്മജാപതിമനുസുവ്രതായയുഃ. വരാംബരാഭരണവിലേപനസ്രജഃ സുസംവൃതാ നൃഭിരസി ചർമ്മപാണിഭിഃ. നരോഷ്ട്രഗോ മഹിഷകരാശ്വതര്യനഃ കരേണുഭിഃ പരിജനവാരയോഷിതഃ. സ്വലങ്കൃതാ കടകുടികമ്പളാംബരാദ്യുപസ്കരം ഉപസ്കരാ യയുരധിയുജ്യ സർവതഃ. ബലം ബൃഹദ്വജപടഛത്രചാമരൈർ വരായുധാഭരണകിരീടവർമ്മഭിഃ. ദിവാംശുഭിസ്തുമുലരവംബഭൗരവേഃ യഥാർണവ ക്ഷുഭിതതിമിംഗിലോർമിഭിഃ. അധോ മുനിർയദുപതിനാ സഭാജിതഃ പ്രണമ്യ തം ഹൃദി വിതനദ്വിഹായസ. നിശമ്യ തദ്വ്യവസിതമാഹൃതാർഹണോ മുകുന്ദസന്ദർശന നിർവൃതേന്ദ്രിയഃ. രാജദൂതമുവാചേദം ഭഗവാൻ പ്രീണയൻ ഗിരാ. മാ ബൈഷ്ടദൂത ഭദ്രം വോ ഘാതയിഷ്യാമി മാഗതം. ഇത്യുക്തഃ പ്രസ്ഥിതോ ദൂതോ യഥാവത് അവദൻ നൃപാൻ. തേഭി സന്ദർശനം ശൗരേഃ പ്രത്യൈക്ഷൻ ജന്മുമുക്ഷവഃ. ആനർത്തസൗവീരമരൂൻ തീർത്വാ വിനശനം ഹരിഃ. ഗിരീൻ നദീരദീയായ പുരഗ്രാമവ്രജാകരാൻ. തതോ ദൃഷദ്വതീം തീർത്വാ മുകുന്ദോദ സരസ്വതീം. പഞ്ചാലാനദമത്സ്യാംശ്ച ശക്രപ്രസ്ഥമദാഗമത്. തമുപാഗതമാകർണ്യ പ്രീതോ ദുർദർശനം നൃണാം. അജാതശത്രുർനിരഗാത് സോപാധ്യായ സുഹൃദ്വൃതഃ. ഗീതപാദിത്രഘോഷേണ ബ്രഹ്മഘോഷേണ ഭൂയസ. അഭ്യയാത് സർഷീകേശം പ്രാണാഃ പ്രാണമിവാദൃതഃ. ദൃഷ്ട്വാ വിക്ലിന്ന ഹൃദയഃ കൃഷ്ണം സ്നേഹേന പാണ്ഡവഃ. ചിരാദൃഷ്ടം പ്രിയതമം സസ്വജേത പുനഃ പുനഃ. ദോർഭ്യാം പരിഷ്വജ്യ രമാമലാലയം മുകുന്ദഗാത്രം നൃപതിർഹതാശുഭഃ. ലേഭേ പരാം നിർവൃതിമശ്രുലോചനോ ഹൃഷ്യത്തനുർവിസ്മൃതലോകവിഭ്രമഃ. തം മാതുലേയം പരിരഭ്യ നിർവൃതോ ഭീമസ്മയൻ പ്രേമജവാകുലേന്ദ്രിയഃ. യമൗ കിരീടീ ച സുഹൃത്തമം മുദാ പ്രവൃദ്ധബാഷ്പാ പരിരേഭിരേച്യുതം. അർജുനേന പരിഷ്വക്തോ യമാഭ്യാമഭിവാദിതഃ. ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ വൃദ്ധേഭ്യശ്ച യഥാർഹതഃ. മാനിതോ മാനയാമാസ കുരു സൃഞ്ജയ കൈകയാൻ. സൂതമാഗതഗന്ധർവാ വന്ദിനശ്ചോപമന്ത്രിണഃ. മൃദംഗശങ്കപടഃ വീണാപണവഗോമുഖൈഃ. ബ്രാഹ്മണാശ്ചാരവിന്ദാക്ഷം തുഷ്ടുവുർനനുദുർജഗുഃ. ഏവം സുഹൃദ്ഭിഃ പര്യസ്തഃ പുണ്യശ്ലോകശിഖാമണിഃ. സംസ്തൂയമാനോ ഭഗവാൻ വിവേശാലങ്കൃതം പുരം. സംസിക്തവർമ്മ കരിണാം മദഗന്ധതോയൈഃ. ചിത്രധ്വജൈ കനകതോരണപൂർണകുംഭൈഃ.
മൃഷ്ടാത്മഭിർനവതുകൂലവിഭൂഷണസ്രഗന്ധൈർനൃഭിർ യുവതിഭിശ്ച വിരാജമാനം ഉദ്ദീപ്തദീപബലിവിപ്രതിസദ്മജാലനിര്യാതധൂപരുചിരം വിലസത്പതാകം മൂർധന്യഹേമകലശൈർരജതോരുശൃംഗൈः ജുഷ്ടം ദദർശ ഭവനൈः കുരു രാജധാമാം പ്രാപ്തം നിശമ്യ നരലോചനപാനപാത്രം ഔത്സുക്യ വിസ്ലതിതകേശതുകൂലബന്ധാः സദ്യോ വിസൃജ്യ ഗൃഹകർമ്മപതിംശ്ച തൽപേ ദ്രഷ്ടും ജയുർയുവതയഃ സ്മ നരേന്ദ്രമാർഗേ തസ്മിൻ സുസങ്കുലൈവാശ്വരദ്വിപദ്ഭിः കൃഷ്ണം സഭാര്യമുപലഭ്യ ഗൃഹാതിരൂഢാः നാര്യോ വികീര്യ കുസുമൈർമനസോ ബഗുഹ്യ സുസ്വാഗതം വിദതുർ ഉത്സ്മയ വീക്ഷിതേന ഊജുസ്ത്രിയപ്പതി നിരീക്ഷ്യ മുകുന്ദപത്നീഃ താരായതോടുവസഹ കിമകാര്യമൂഭിഃ യച്ചക്ഷുഷാം പുരുഷമൗലിരുതാരഃ സലീലാവലോകകലയോത്സവമാതനോതി. തത്ര തത്രോപസംഗമ്യ പൗരാമംഗളപാണയഃ ചക്രുസ്സപര്യാം കൃഷ്ണായ ശ്രേണീമുഖ്യാഃ സൈനസഃ അന്തഃപുരജനൈഃ പ്രീത്യാ മുകുന്ദഃ പുല്ലലോചനൈഃ സസംഭ്രമൈരഭ്യുപേതഃ പ്രാവിശത് രാജമന്ദിരം പൃഥാ വിലോക്യ ഭ്രാത്രേയം കൃഷ്ണം ത്രിഭുവനേശ്വരം പ്രീതാത്മോത്ഥായ പര്യങ്കാത് സസ്നുഷാ പരിശസ്വജേ ഗോവിന്ദം ഗൃഹമാനീയ ദേവദേവേശമാദൃതഃ പൂജായാം നാവിദത്കൃത്യം പ്രമോദോ ബഹതോ നൃപഃ പിതൃശ്വസുർഗുരുസ്ത്രീണാം കൃഷ്ണശ്ചക്രേ വിവാദനം സ്വയം ച കൃഷ്ണയാ രാജൻ ഭഗിന്യാ ചാഭിവന്ദിതഃ സ്വശ്രുവാ സംചോദിതാ കൃഷ്ണ കൃഷ്ണപത്നീശ്ച സർവശഃ ആനർച്ച രുക്മിണീം സത്യാം ഭദ്രാം ജാംബവതീം തദാം കാളിന്ദീം മിത്രവിന്ദാം ച ശൈബ്യാം നാഗ്നജിതീം സതീം അന്യാശ്ചാഭ്യാഗതായാസ്തു വാസസ്രങ്മണ്ഡനാദിഭിഃ സുഖം നിവാസയാമാസ ധർമ്മരാജോ ജനാർദ്ദനം സസൈന്യം സാനുഗാമാത്യം സഭാര്യം ച നവം നവം തർപ്പയിത്വാ ഘാണ്ഡവേന വന്യം ഫാൽഗുനസംയുതഃ മോചയിത്വാമയം യേന രാജ്ഞേ ദിവ്യാ സഭാകൃതാം ഉവാസ കതിചിന്മാസാൻ രാജ്ഞഃ പ്രിയചികീർഷയാ വിഹരൻ രഥമാരുഹ്യ ഫാൽഗുനേന ബടൈർവൃതഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ കൃഷ്ണസ്യ ഇന്ദ്രപ്രസ്ഥഗമനം നാമ ഏകസപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നമ്മളിന്നലെ 31 ശ്ലോകം വരെയാണ് പറഞ്ഞത് അല്ലേ? ഇപ്പോൾ ജരാസന്ധൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന രാജാക്കന്മാരുടെ ദൂതനും യുധിഷ്ഠിരൻ്റെ ദൂതനായി നാരദനും വന്ന് 2 ആവശ്യങ്ങൾ സഭയിൽ ഉന്നയിച്ചതിന് ഉദ്ധവൻ എങ്ങനെയാണത് സാധിക്കേണ്ടത്, 2 കാര്യങ്ങളും ഒരേപോലെ സാധിക്കാം എന്നുള്ള മാർഗം ഉപദേശിച്ചു. യുധിഷ്ഠിരൻ്റെ രാജസൂയ യാഗം ആരംഭിച്ച് അതിൻ്റെ
അംഗമായി ദിഗ്വിജയം നടത്തണം. ആ ദിഗ്വിജയത്തിൽ ജരാസന്ധനെയും ഭീമസേനനെ കൊണ്ട് വധിക്കാം എന്നുള്ള ഉപായങ്ങളെല്ലാം ഉദ്ധവൻ പറഞ്ഞതനുസരിച്ച് എല്ലാവരും സന്തോഷമായിട്ട് അത് സ്വീകരിച്ച് ഭഗവാൻ ഭാര്യമാരും മക്കളുമൊക്കെ ആയിട്ട് യാത്ര പുറപ്പെടുകയാണ്. ഉഗ്രസേന രാജാവിനോടും വസുദേവരോടും ബലരാമസ്വാമിയോടും എല്ലാം അനുവാദം വാങ്ങിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. നാരദനെയും ആ ദൂതനെയും ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. നാരദൻ ഭഗവാനെ നമസ്കരിച്ച് യാത്രയായി. ദൂതനും മഗധത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഭഗവാൻ വലിയൊരു സൈന്യത്താൽ ചുറ്റപ്പെട്ട് തൻ്റെ പത്നിമാരും മക്കളും എല്ലാമായിട്ട് പല പല വാഹനങ്ങളിൽ രഥങ്ങളിലും, ഭഗവാന്റെ രഥം ദാരുകൻ എന്ന സാരഥി നടത്തിക്കൊണ്ടും ഭാര്യമാരെല്ലാം പലരും പല്ലക്കിലും മറ്റു പല വാഹനങ്ങളിലും ആന, കുതിര, കഴുത, ഒട്ടകം മുതലായിട്ടുള്ള മൃഗങ്ങളൊക്കെ വഹിക്കുന്ന വണ്ടികളിലും രഥങ്ങളിലുമായിട്ട് പല്ലക്കുകളിലൊക്കെ ആയിട്ട് യാത്രയായി എന്ന് പറഞ്ഞു. അവിടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അവർ എത്തിച്ചേരുന്നതും അവരെ സ്വാഗതം ചെയ്യാനായിക്കൊണ്ട് എതിരേറ്റുകൊണ്ട് കുറേ ദൂരം തന്നെ പാണ്ഡവന്മാരെല്ലാം വന്നു നിൽക്കുന്നതും ആ പാണ്ഡവന്മാർ ഭഗവാനെ എങ്ങനെയൊക്കെയാണ് സ്വീകരിച്ചത് എന്നുമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. യുധിഷ്ഠിരൻ ഭഗവാനെ ആലിംഗനം ചെയ്യുന്നു. ഭീമസേനനും അർജുനനും നകുല സഹദേവന്മാരുമെല്ലാം ആലിംഗനം ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ ബ്രാഹ്മണരെയും വൃദ്ധരെയും എല്ലാം ഭഗവാൻ അങ്ങോട്ട് നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള അവരുടെ സമാഗമമാണ് ഇന്നലെ വർണ്ണിച്ചത്. ഭഗവാനെ വരവേൽക്കുന്ന ബ്രാഹ്മണർ വേദഘോഷങ്ങളെ കൊണ്ടും സൂതമാഗത വന്ദികൾ മുതലായവർ ഗാന നൃത്തങ്ങളെ കൊണ്ടും സ്തുതികളെ കൊണ്ടും വാദ്യഘോഷങ്ങളെ കൊണ്ടും ഭഗവാനെ എതിരേറ്റ് ഭഗവാനെ സ്വീകരിച്ചുകൊണ്ട് പുരത്തിലേക്ക്, അന്തപുരത്തിലേക്ക് യാത്രയാവുകയാണ്. അതാണ് അവസാനം വായിച്ച 31-ാം ശ്ലോകം. ഏവം സുഹൃദ്ഭിഃ പര്യസ്തഃ പുണ്യശ്ലോകശിഖാമണിഃ സംസ്തൂയമാനോ ഭഗവാൻ വിവേശ അലങ്കൃതം പുരം. അപ്പോൾ ഇത് പുരത്തിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് പാണ്ഡവന്മാർ ഭഗവാനെ സ്വീകരിച്ചത്. ഇനി ഇതാ ആ പുരത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗമാണ്. പുരത്തിൽ പുരവാസികളായിട്ടുള്ള ആളുകൾ വഴിനീളെ എല്ലായിടത്തും രണ്ട് വശത്തും ഭൂമിയിൽ നിൽക്കുന്നവരുണ്ട്. ഉയരമുള്ളതായിട്ടുള്ള മേടകളിൽ, വേദികളിൽ, മട്ടുപ്പാവിൽ ഒക്കെ നിൽക്കുന്നതായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഭഗവാനെ വരവേൽക്കുന്നതായിട്ടുള്ള, ഭഗവാനെ കൺകുളിർക്ക് കാണുന്നതായിട്ടുള്ള രംഗങ്ങളാണ്. അതാണ് നമ്മൾ ഇനി വർണ്ണിക്കാൻ പോകുന്നത്. 32-ാം ശ്ലോകം മുതൽക്ക്. സംസിക്തവത്മ കരിണാം മദഗന്ധതോയൈഃ ചിത്രധ്വജൈഃ കനകതോരണപൂർണകുംഭൈഃ മൃഷ്ടാത്മഭിർനവദുകൂലവിഭൂഷണസ്രഗന്ധൈർ നൃഭിർയുവതിഭിശ്ച വിരാജമാനം. സംസിക്തവത്മ കരിണാം മദഗന്ധതോയൈഃ ചിത്രധ്വജൈഃ കനകതോരണപൂർണകുംഭൈഃ മൃഷ്ടാത്മഭിർനവദുകൂലവിഭൂഷണസ്രഗന്ധൈർ നൃഭിർയുവതിഭിശ്ച വിരാജമാനം. അപ്പോൾ അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള പുരത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു എന്നാണ് പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞ്. ആ അലങ്കാരം എങ്ങനെയൊക്കെ എന്ന് പറയുന്നുണ്ട്. കരിണാം മദഗന്ധതോയൈഃ സംസിക്തവത്മ. വത്മ എന്ന് പറഞ്ഞാൽ വഴി, മാർഗം. അപ്പോൾ മാർഗങ്ങളെല്ലാം സംസിക്തം. സംസിക്തം സമ്യക് സിക്തം. സിക്തം എന്ന് പറഞ്ഞാൽ സേചനം കൃതം, സേചനം ചെയ്യുക, നനയ്ക്കുക. അപ്പോൾ വഴിയൊക്കെ നല്ലോണം നനച്ചിട്ടുണ്ട്, പൊടികളൊന്നും പറക്കാതിരിക്കാനായിട്ട്. അതെങ്ങനെയാണ് നനച്ചിരിക്കുന്നത്? കരിണാം മദഗന്ധതോയൈഃ.
കരികൾ ആനകൾ, ആനകളുടെ മദഗന്ധ തോയം, അത് മദഗന്ധ ജലം എന്ന് പറഞ്ഞാലോ, ആ ഹസ്തിനപുരത്ത് അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ധാരാളം ആനകളുണ്ട്. എല്ലാം എന്താ പറയുക, അവയുടെയൊക്കെ മദജലം ഒഴുകി ഭൂമി നനഞ്ഞിട്ടുണ്ട്. ആ ആനകളുടെ മതത്തിന് നല്ല ഗന്ധമുണ്ട്, മതജലത്തിന്. ആ ഗന്ധം കൊണ്ടാണ് ആ ദേശം മുഴുവൻ എന്താ പറയുക ആകർഷണീയമായിരിക്കുന്നത്. ആ മതജലം കൊണ്ട് നനയ്ക്കപ്പെട്ടത് എന്നാണ്. അപ്പം അത്രയും ആനകൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഘോഷയാത്രകൾ നടക്കുന്ന, അല്ലെങ്കിൽ ഈ രാജസൂയ യാഗത്തിന് വേണ്ടി ഭഗവാൻ വരുന്നു എന്നറിഞ്ഞ് ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയും മറ്റുമൊക്കെ പല കാര്യങ്ങൾക്കായിട്ട് ഈ യുധിഷ്ഠിരന്റെ കീഴിലുള്ള സൈന്യത്തിലെ ഗജസൈന്യം ആ വഴിക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ മദഗന്ധ തോയം. അപ്പം അങ്ങനെയുള്ള അടിച്ചു തളിച്ചതായിട്ടുള്ള വഴികളോടും ചിത്രധ്വജൈഹി കനകതോരണ പൂർണ്ണകുംഭൈഹി, ചിത്രധ്വജങ്ങൾ പല വിധത്തിലുള്ള വർണ്ണത്തിലുള്ളതായിട്ടുള്ള കൊടിക്കൂറകളെ കൊണ്ടും, കനകതോരണ പൂർണ്ണകുംഭൈഹി സ്വർണ്ണനിർമ്മിതമായിട്ടുള്ള കമാനങ്ങൾ, അതുപോലെ വഴിനീള പൂർണ്ണകുംഭങ്ങളെല്ലാം അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. നവദുകൂല വിഭൂഷണ സ്രഗന്ധൈഹി, നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും മാലകളും ചന്ദനങ്ങളും എല്ലാം അണിഞ്ഞുകൊണ്ടുള്ള മൃഷ്ടാത്മഭിഹി നൃഭിഹി യുവതിഭിഹി ച വിരാജമാനം. മൃഷ്ടാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം നല്ലതുപോലെ മാർജനം ചെയ്ത് ശുദ്ധമാക്കിയിട്ടുള്ളവർ, എന്നിട്ട് നല്ല വസ്ത്രങ്ങളും അലങ്കാരങ്ങളും ധരിച്ചിട്ടുള്ളവർ. അങ്ങനെയുള്ള നൃഭിഹി നരന്മാരാലും യുവതിഭിഹി സ്ത്രീകളാലും, അപ്പോൾ പുരുഷന്മാരും വനിതകളും എല്ലാവരും നല്ലോണം അലങ്കാരങ്ങളൊക്കെ ചെയ്ത് തയ്യാറായിട്ട് വിരാജമാനം ആ ഭഗവാനെ സ്വീകരിക്കാനായിക്കൊണ്ട് വഴിനീളെ വിരാജിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പുരത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു എന്ന് മുൻ ശ്ലോകത്തിലുള്ള വിവേശാലങ്കൃതം പുരം, അത് ഇവിടേക്കും ചേർക്കണം. ഉദ്ദീപ്തദീപബലിഭിഃ പ്രതിസദ്മജാല നിർയാതധൂപരുചിരം വിലസത്പദാകം മൂർധന്യഹേമകലശൈ രജതോരുശൃംഗൈഃ ജുഷ്ടം ദദർശ ഭവനൈ കുരുരാജധാമാം. ഉദ്ദീപ്തദീപബലിഭിഃ പ്രതിസദ്മജാല നിർയാതധൂപരുചിരം വിലസത്പദാകം മൂർധന്യഹേമകലശൈ രജതോരുശൃംഗൈഃ ജുഷ്ടം ദദർശ ഭവനൈ കുരുരാജധാമാം. പ്രതിസദ്മാ ഉദ്ദീപ്തദീപബലിഭിഃ ജുഷ്ടം. പ്രതിസദ്മ എന്ന് പറഞ്ഞാൽ സദ്മ എന്ന് പറഞ്ഞാൽ ഗൃഹം, ഭവനം. അപ്പോൾ ഗൃഹം പ്രതി എന്നർത്ഥം. എല്ലാ വീടുകളിലും ഭഗവാൻ പോകുന്ന വഴിയിൽ രണ്ട് വശത്തും ഗൃഹങ്ങളുണ്ട്, തെരുവുകളിൽ. ആ ഗൃഹങ്ങളിൽ എല്ലാറ്റിലും ഉദ്ദീപ്ത ദീപ ബലിഭിഹി. നമ്മുടെ ദേശത്തെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനായിട്ട് ഭഗവാൻ ആനപ്പുറത്ത് ആ വഴിക്ക് എഴുന്നള്ളുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയെടുപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? വീട്ടിന് മുമ്പിൽ ദീപം കൊളുത്തി വെച്ച് നിറപറ നിലവിളക്ക് അല്ലെങ്കിൽ അതൊക്കെ വെച്ച്, അതോടൊപ്പം തന്നെ പൂജയ്ക്കുള്ളതായിട്ടുള്ള പഴങ്ങൾ, അവില്, മലര് മുതലായിട്ടുള്ള ദ്രവ്യങ്ങൾ, നാളികേരം മുതലായതൊക്കെ വയ്ക്കും. അതുപോലെ ഇവിടെയും ഉദ്ദീപ്ത ദീപ ബലിഭിഹി, ദീപങ്ങൾ ജ്വലിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ബലികളുണ്ട്. ബലികൾ എന്നാൽ പൂജാദ്രവ്യങ്ങൾ, പലതരത്തിലുള്ള പഴങ്ങളും മറ്റുമൊക്കെ പൂജാദ്രവ്യങ്ങളായിട്ട് ഓരോ ഗൃഹത്തിന്റെ മുമ്പിലും ഭഗവാനെ സൽക്കരിക്കാനായിക്കൊണ്ട് വെച്ചിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ ഉദ്ദീപ്ത ദീപബലിഭിഹി ജുഷ്ടം, ജുഷ്ടം എന്ന് പറഞ്ഞാൽ സേവിതം, ചേർന്നിരിക്കുന്നത്. ജാല നിർയാത ധൂപരുചിരം, എല്ലാ ഗൃഹങ്ങളിൽ നിന്നും ജാലത്തിലൂടെ നിർയാണം ചെയ്യുന്നു. ജാലമെന്നാൽ ജനാല. ആ ജനലിലൂടെ പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ധൂപം, ഗൃഹങ്ങളിലൊക്കെ ധൂപം പുകച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ, അത് ജനലിൽ കൂടെ പുറത്തേക്ക് വന്ന് നല്ല രുചിരമായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു എന്നർത്ഥം. ജാല നിർയാത ധൂപരുചിരം വിലസത് പതാകം, പതാകകൾ, കൊടിക്കൂറകളൊക്കെ എല്ലായിടത്തും പാറി കളിക്കുന്നുണ്ട്. മൂർധന്യഹേമകലശൈഃ രജതോരുശൃംഗൈഃ ഭവനൈഃ ജുഷ്ടം.
മിക്കവാറും എല്ലാ വീടുകളുടെയും മുകളിലെ മൂർധാവില് ഹേമകലശങ്ങളുണ്ട്, സ്വർണ്ണ താഴികക്കുടങ്ങളുള്ള വീടുകളാണ് ആ വഴിയിലൊക്കെ. കൊട്ടാരങ്ങൾ പോലെയുള്ള വീടുകള്. രജത ഒരു ശൃംഗൈഹി, വെള്ളി കൊണ്ടുള്ള വലിയ എന്താ പറയുക, ഉയർന്ന മാളികകൾ പോലെയുള്ളതായിട്ടുള്ള ഭവനങ്ങളെ കൊണ്ടും ജുഷ്ടം പ്രകാശിക്കുന്നതായിട്ടുള്ള കുരുരാജധാമ ദദർശ. ഇവിടെ കുരുരാജധാമ എന്ന് പറയുമ്പോൾ ഇവിടെ കുരുരാജാവ് ആരാണ്? യുധിഷ്ഠിരനാണ്. ആ യുധിഷ്ഠിരന്റെ ആ ധാമം നല്ലതുപോലെ ദദർശ കണ്ടൂര, കൃഷ്ണൻ കണ്ടു, കൃഷ്ണന്റെ കൂടെയുള്ളവരും കണ്ടു എന്നർത്ഥം. അപ്പൊ ആ ഇന്ദ്രപ്രസ്ഥത്തെ, യുധിഷ്ഠിരന്റെ രാജധാനിയെ ലക്ഷ്മി വിളയാട്ടത്തോടുകൂടി സർവ്വ ഐശ്വര്യത്തോടുകൂടി ഭഗവാനോടുള്ള മര്യാദകളോടുകൂടി അവരെല്ലാം ഭഗവാനെ സ്വീകരിക്കുന്നതായിട്ടുള്ള ആ രീതിയിൽ സന്തോഷമായിട്ട് ഭഗവാൻ കണ്ടു. പ്രാപ്തം നിശമ്യ നരലോചനപാനപാത്രം ഔത്സുക്യ വിശ്ലദിതകേശതുകൂലബന്ധാഃ സദ്യോ വിസൃജ്യ ഗൃഹകർമ്മ പതീംശ്ച തൽപേ ദ്രഷ്ടും യയുർയുവതയഃ സ്മ നരേന്ദ്രമാർഗം. പ്രാപ്തം നിശമ്യ നരലോചനപാനപാത്രം ഔത്സുക്യ വിശ്ലദിതകേശതുകൂലബന്ധാഃ സദ്യോ വിസൃജ്യ ഗൃഹകർമ്മ പതീംശ്ച തൽപേ ദ്രഷ്ടും യയുർയുവതയഃ സ്മ നരേന്ദ്രമാർഗം. നരലോചനപാനപാത്രം പ്രാപ്തം നിശമ്യ. പ്രാപ്തം നിശമ്യ, എത്തി എന്ന് കേട്ടിട്ട് വന്നു ചേർന്നു ഭഗവാൻ. എങ്ങനെയുള്ള ഭഗവാൻ? നരലോചനപാനപാത്രം, നരന്മാരുടെ ലോചനങ്ങൾക്ക് കുടിക്കാനുള്ള പാത്രമാണ് ഭഗവാന്റെ രൂപം. എന്നുവെച്ചാൽ മനുഷ്യന്മാർ, പുരുഷന്മാർ പോലും ഭഗവാന്റെ സൗന്ദര്യം അത്രയ്ക്കും കാണാൻ കൊതിക്കുന്നു എന്ന് താല്പര്യം. ഇവിടെ നരശബ്ദം കൊണ്ട് ഇവിടെ പുരുഷന്മാർക്ക് പോലും എന്നും അർത്ഥമെടുക്കാം. മനുഷ്യന്മാര് എന്ന് പൊതുവെ പറഞ്ഞാലും പുരുഷന്മാരായിട്ടുള്ള ആളുകളുടെ പോലും കണ്ണിന് കുളിർമയേറുന്ന, അവർക്ക് ആദരവുണ്ടാകുന്ന, അവരുടെ കണ്ണുകളെ കൊണ്ട് പാനം ചെയ്യുന്നതായിട്ടുള്ള ആ ഭഗവാൻ, അവരുടെ എന്താ പറയുക, സൗന്ദര്യധാമമായ ഭഗവാൻ പ്രാപ്തം നിശമ്യ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നറിഞ്ഞിട്ട് ഔത്സുക്യ വിശ്ലദിത കേശതുകൂലബന്ധാഃ യുവതയഃ. യുവതയഃ, ആ അവിടുത്തെ ഇന്ദ്രപ്രസ്ഥത്തിലെ സ്ത്രീകള്, യുവതികളായ സ്ത്രീകള് ഔത്സുക്യം കൊണ്ട്, ഭഗവാനെ കാണാനുള്ള ഉത്സാഹം കൊണ്ട് ഓടി വരുന്നതായിട്ടുള്ള വെപ്രാളത്തില് അവരുടെ കേശ ദുകൂല ബന്ധങ്ങൾ വിശ്ലദിതം. വിശ്ലദിതം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞ് വീഴുക എന്നൊക്കെ അർത്ഥമാണ്. തലമുടി അഴിയുക, അവരുടെ അരയിൽ ഉടുത്തിരിക്കുന്ന ദുകൂലം അഥവാ പട്ടു വസ്ത്രങ്ങൾ പോലും കിഴിഞ്ഞു പോവുക. അവരുടെ ആ ഒരു ഭഗവാനെ കാണാനുള്ള വ്യഗ്രതയിൽ ഓടി വരുമ്പോൾ ആ വസ്ത്രങ്ങൾ കിഴിഞ്ഞു പോകുന്നതും, അങ്ങനെയുള്ള കേശ ദുകൂല ബന്ധങ്ങൾ വിശ്ലദിതം ആയിക്കൊണ്ട് യുവതികളായിട്ടുള്ളവർ ഗൃഹകർമ്മ വിസൃജ്യ, അവരുടെ ഗൃഹകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നുവെങ്കിലും ആ ഗൃഹകർമ്മങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട്, അതിലൊന്നും ശ്രദ്ധയില്ലാതായി ഭഗവാനെ കാണാനുള്ള കൊതിയോടുകൂടി, കാരണം എത്രയോ കാലമായി അവരെ ഭഗവാനെ കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഭഗവാൻ വന്നു എന്ന് കേട്ടതും എല്ലാ പണികളും ഉപേക്ഷിച്ചുകൊണ്ട് ഓടുകയാണ്. അതുപോലെ തൽപേ പതീഞ്ച സദ്യ വിസൃജ്യ, അവരുടെ ഭർത്താവിനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. തൽപ്പത്തിൽ, മെത്തകളിൽ ഈ ഭർത്താവിനോട് കൂടെ ഇരിക്കുന്നവരായ ഭാര്യമാർ ആ ഭർത്താവിനെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് അഥവാ മറന്നുകൊണ്ട് ഭഗവാനെ കാണാനായിക്കൊണ്ട് എല്ലാവരും ഗൃഹങ്ങളുടെ പുറത്തേക്ക് ഓടുകയാണ് എന്ന. നരേന്ദ്രമാർഗം യയുഹു, രാജമാർഗം യയുഹു, നരേന്ദ്രൻ രാജാവാണ്. അപ്പൊ രാജമാർഗം യയുഹു, ആ വലിയ വഴിയിലേക്ക്, ഭഗവാൻ എഴുന്നള്ളുന്ന വഴിയിലേക്ക് എല്ലാവരും വേഗം വരികയാണ്. അവരുടെ തലമുടി അഴിഞ്ഞുകൊണ്ടും അരയിലെ വസ്ത്രങ്ങളെല്ലാം കിഴിഞ്ഞുകൊണ്ടും. തസ്മിൻ സുസങ്കുലയിഭാസ്വരദ്വിപദ്ഭിഃ കൃഷ്ണം സഭാര്യം ഉപലഭ്യ ഗൃഹാതിരൂഢാഃ നാര്യോ വികീര്യ കുസുമൈർമനസോപഗൂഹ്യ സുസ്വാഗതം വിദദുർ ഉൽസ്മയ വീക്ഷിതേന. തസ്മിൻ സുസങ്കുലയിഭാസ്വരദ്വിപദ്ഭിഃ കൃഷ്ണം സഭാര്യമുപലഭ്യ ഗൃഹാതിരൂഢാഃ
നാര്യോ വികീര്യ കുസുമൈർമനസോപഗുഹ്യ സുസ്വാഗതം വിദതുരുൽസ്മയ വീക്ഷിതേന. ആ നാരികൾ സ്ത്രീകൾ ഭഗവാനെ കാണാൻ കൊതിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ വരണത് എന്ന് പറയണം. ഇബ അശ്വരഥ ദിപ പദ്ഭിഹി സുസങ്കുലേ തസ്മിൻ. ആ വഴിയൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. രാജപാതകളിൽ മുഴുവൻ തിരക്കാണ്. അപ്പോൾ എന്തു ചെയ്യും? വഴിയിലേക്ക് ഇറങ്ങി നിന്ന് കാണാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഗൃഹങ്ങളുടെയൊക്കെ മുകളിലേക്ക് കയറുകയാണെന്ന മട്ടുപ്പാവിലും മറ്റുമൊക്കെ കയറുക. അതാണ് ഗൃഹാതിരൂഢ. ഗൃഹങ്ങളുടെ മുകളിലേക്ക് കയറിയവരായിട്ട് ഗൃഹാതിരൂഢാഹ നാര്യഃ. അപ്പോൾ എന്തുകൊണ്ട് സങ്കുലമായിരിക്കണു ഈ വഴികള്? ഇബ അശ്വ രഥ ദിപ ദിപദ്ഭിഹി. ദിപദ്ഭിഹി. ഇബം എന്നാൽ ആന, അശ്വം കുതിര, രഥം തേര്, ദിപത്ത് എന്ന് പറഞ്ഞാൽ ഇരുക്കാല്. രണ്ട് കാലുള്ള കാൽനടയായിട്ട് സഞ്ചരിക്കുന്ന ഭടന്മാര്. അപ്പൊ ചതുരംഗ സൈന്യം എന്നർത്ഥം. ആന, തേര്, കാലാൾ, കുതിര ഇങ്ങനെയുള്ള പടയോടുകൂടി ഏറ്റവും സുസങ്കുലമായിരിക്കുന്നു മാർഗം തസ്മിൻ ആ വഴി. അതുകൊണ്ട് അവിടെ ഒന്നും നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാവരും ഗൃഹാതിരൂഢാഹ നാര്യഃ. ഗൃഹത്തിന്റെ മുകളിൽ കയറിയവരായ നാരികള് സഭാര്യം കൃഷ്ണം ഉപലഭ്യ. ഭാര്യമാരോടുകൂടി വരുന്ന കൃഷ്ണനെ അടുത്ത് കണ്ടിട്ട് സന്തോഷത്തോടെ കുസുമൈഹി വികീര്യ. അവർ മാളിക മുകളിൽ നിന്ന് സൗകര്യമാണ്, കൃഷ്ണന്റെ നേരെ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. കുസുമൈഹി വികീര്യ മനസാ ഉപഗുഹ്യ. ഓരോ സ്ത്രീകളും കൃഷ്ണനെ മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്യുന്നുണ്ട്. ആ ഭഗവാന്റെ സർവ സൗന്ദര്യവും ഐശ്വര്യവും ആ വീര്യവും എല്ലാം കണ്ട് ഭഗവാനിൽ മതിമറന്നവരായിട്ട് ഭഗവാനെ മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്യുന്നു. അതാണ് കുസുമൈ വികീര്യ മനസാ ഉപഗുഹ്യ ഉൽസ്മയ വീക്ഷിതേന സുസ്വാഗതം വിദതുഹു. ഉൽസ്മയ വീക്ഷിതേന. ഉൽസ്മയം നല്ലതുപോലെയുള്ള പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള നോട്ടത്തോടുകൂടെ ആ ഭഗവാന് എല്ലാവരും സുസ്വാഗതം വിദതുഹു. സുഷ്ടുവായ സ്വാഗതത്തെ ചെയ്തു എന്നാൽ അദ്ദേഹത്തിന് സ്വാഗതമോദി. എല്ലാവരും ഭഗവാനെ പുഷ്പവൃഷ്ടികളോടെ നല്ല വാക്കുകളെല്ലാം ഉച്ചരിച്ചുകൊണ്ട് ഭഗവാന് ജയ് വിളിച്ചുകൊണ്ട് ഒക്കെ ഭഗവാനെ സ്വാഗതം ചെയ്തു എന്നർത്ഥം. ഊചുസ്ത്രിയഃ പതിനിരീക്ഷ്യ മുകുന്ദപത്നീഃ താരായതോടുപസഹ കിമകാര്യമൂഭിഃ യച്ചക്ഷുഷാം പുരുഷമൗലിരുദാരഹാസലീലാവലോകകലയോത്സവം ആതനോതി. ഊചുസ്ത്രിയഃ പതിനിരീക്ഷ്യ മുകുന്ദപത്നീഃ താരായതോടുപസഹ കിമകാര്യമൂഭിഃ യച്ചക്ഷുഷാം പുരുഷമൗലിരുദാരഹാസലീലാവലോകകലയോത്സവം ആതനോതി. ആ ഭഗവാന്റെ ഭാര്യമാരോടുകൂടി വരുന്ന ഭഗവാനെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നക്ഷത്രങ്ങളോടുകൂടി വരുന്ന ആ ചന്ദ്രനെ പോലെ എന്ന. അതാണ് ഉടുപസഹാഹ താരാഹ യഥാ മുകുന്ദപത്നീഃ സ്ത്രിയഃ പതിനിരീക്ഷ്യ. ഉടുപസഹാഹ ഉടുപൻ ചന്ദ്രനാണ്, ചന്ദ്രനോടുകൂടെ താരാഹ യഥാ നക്ഷത്രങ്ങൾ എന്ന പോലെ. ചന്ദ്രപത്നിമാരായ നക്ഷത്രങ്ങൾ ചന്ദ്രന്റെ കൂടെ നടക്കും പോലെ മുകുന്ദപത്നീഃ സ്ത്രിയഃ പതിനിരീക്ഷ്യ. ആ കൃഷ്ണഭാര്യമാരെ ഈ ഇന്ദ്രപ്രസ്ഥവാസികളായ സ്ത്രീകൾ മാർഗത്തിൽ കണ്ടിട്ട് ഊചുഹു ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞ്? യച്ചക്ഷുഷാം പുരുഷമൗലിഃ ഉദാരഹാസലീലാവലോകകലയാ ഉത്സവമാതനോതി അമൂഭിഃ കിം അകാരീ. അമൂഭിഃ ഇവരാൽ ഈ സ്ത്രീകളാൽ കിം അകാരി എന്ത് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ ഭാര്യമാരുടെ ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവരെന്തൊരു സുഹൃതമാണ് പൂർവജന്മങ്ങളിൽ ചെയ്തിട്ടുള്ളത്.
എന്ത് സുഹൃതം കൊണ്ടാണ് അവർക്ക് ഈ ഭഗവാനെ ഭർത്താവായി കിട്ടിയത് എന്ന് ആശ്ചര്യപ്പെടുകയാണ്. അതാണ് അവരെന്താ പറഞ്ഞ യക്ഷുഷാം പുരുഷമൗലിഹീം. ഏതൊരു സ്ത്രീകൾക്ക് പുരുഷശ്രേഷ്ഠനായിരിക്കുന്നു ഭഗവാൻ, ആ പുരുഷോത്തമനായിരിക്കുന്ന ഭഗവാൻ ഉദാരഹാസലീലാവലോക കലജ ഉത്സവമാതനോദീ. ഭഗവാൻ തന്റെ ഉദാരമായ മന്ദഹാസത്തോടും തന്റെ ലീല കൊണ്ടുള്ള നോട്ടം, കടാക്ഷം, ശൃംഗാരപൂർണമായുള്ള നോട്ടങ്ങളെ കൊണ്ടും അങ്ങനെയുള്ള ഭഗവാന്റെ കടാക്ഷലേശം കൊണ്ട് കാണുന്നവർക്കൊക്കെ ഉത്സവമാതനോദി, ആഘോഷത്തെ, സന്തോഷത്തെ ചെയ്യുന്നതായിട്ടുള്ള ആ ഭഗവാനെ ഭർത്താവായി കിട്ടിയതായിട്ടുള്ള അമൂബിഹി കിം അകാരി. ഈ സ്ത്രീകളാൽ എന്ത് പുണ്യമാണ് ചെയ്തിട്ടുള്ളത്, എത്ര ഭാഗ്യവതികളാണ് അവര്. ഇങ്ങനെയുള്ള കാണുന്നവർക്കെല്ലാം, കണ്ണുള്ളവർക്കെല്ലാം പുരുഷോത്തമനായിരിക്കുന്ന ഭഗവാനെ ഭർത്താവായി ഭഗവാന്റെ മന്ദഹാസങ്ങൾക്കും കടാക്ഷങ്ങൾക്കും പാത്രീഭവിക്കാൻ സാധിച്ച ഭാര്യമാർ എത്ര ധന്യകൾ, എത്ര സുഹൃതികൾ എന്ന് അവർ പറയണെന്നർത്ഥം. അപ്പൊ സുഹൃതം ചെയ്യാത്ത സ്ത്രീകൾക്ക് ഈ ഭഗവാനെ ഭർത്താവായിട്ട് ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് താല്പര്യം. അപ്പോ ഇന്ദ്രപ്രസ്ഥത്തിലെ സ്ത്രീകൾ മധുരാപുരിയിലെ കൃഷ്ണഭാര്യമാരുടെ മാഹാത്മ്യത്തെ, അവരുടെ സുഹൃതത്തെ പ്രശംസിക്കുകയാണ്. അസൂയയല്ല, നല്ല രീതിയിലുള്ള പ്രശംസയാണ് പറയുന്നത് എന്നർത്ഥം. തത്ര തത്രോപസംഗമ്യ പൗരാമംഗളപാണയഃ ചക്രുസ്സപര്യാം കൃഷ്ണസ്യ ശ്രേണീമുഖ്യാഹതൈനസഃ. തത്ര തത്രോപസംഗമ്യ പൗരാമംഗളപാണയഃ ചക്രുസ്സപര്യാം കൃഷ്ണസ്യ ശ്രേണീമുഖ്യാഹതൈനസഃ. മംഗളപാണയഃ പൗരാഹ. കയ്യിൽ മംഗളപദാർത്ഥങ്ങളൊക്കെ പിടിച്ചിരിക്കുന്ന പൂർണ്ണകുംഭങ്ങൾ, താലപ്പൊലികൾ, പലതരത്തിലുള്ളതായിട്ടുള്ള പഴങ്ങൾ, മറ്റു പല കാഴ്ചവസ്തുക്കൾ, ഇതെല്ലാം കയ്യിൽ ധരിച്ചിരിക്കുന്ന ആ പൗരന്മാർ, പുരവാസികൾ തത്ര തത്ര ഉപസംഗമ്യ, അവിടെ ഭഗവാനെ സമീപിച്ച് ഒന്നിച്ചു ചേർന്ന് ഹതൈനസഃ, ഭഗവാനെ ദർശിക്കാൻ ഭാഗ്യം ചെയ്തവർ, അവരുടെ പാപമെല്ലാം നശിച്ചവരായിട്ട്, ഹനിക്കപ്പെട്ട ഏനസ് അഥവാ പാപങ്ങളോടുകൂടിയവരായിട്ടുള്ള ശ്രേണീമുഖ്യാഹ കൃഷ്ണസ്യ സപര്യാം ചക്രുഹു. അതാത് ശ്രേണികളുടെ മുഖ്യന്മാർ കൃഷ്ണന് സപര്യയെ അഥവാ പൂജയെ ചെയ്തു. ശ്രേണി എന്ന് പറഞ്ഞാൽ ഓരോരോ വിഭാഗങ്ങൾ. അപ്പോൾ ഏത് ദേശത്തു കൂടെയാണ് ഭഗവാൻ, അല്ലെങ്കിൽ ഏത് ആളുകൾ അധികം താമസിക്കുന്ന വഴിയിലൂടെ ചെല്ലുന്നുവോ ആ ആളുകളുടെ പ്രമുഖൻ. ഇവ പലതരത്തിലുള്ള തൊഴിലെടുക്കുന്ന ആളുകളുണ്ടാവും അല്ലെ, ആ തൊഴിലിനനുസരിച്ചാണ് അവരെ പിന്നീട് നമ്മളൊക്കെ പല ജാതിയായിട്ട് വിളിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ ശ്രേണികൾക്കും ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അധിപന്മാരുണ്ടാവും, മുഖ്യന്മാരുണ്ടാവും. ശില്പികളുടെ ശ്രേണി, അല്ലെങ്കിൽ മറ്റ് കൃഷിക്കാരുടെ ആളുകള്, അല്ലെങ്കിൽ ഈ രാജകൊട്ടാരത്തിലെ സേവകന്മാരുടെ ശ്രേണി, മറ്റുള്ള പലതരത്തിലുള്ള ഉപജീവനം ചെയ്യുന്നതായിട്ടുള്ള ആളുകളുടെ കൂട്ടങ്ങൾ, അവരുടെയൊക്കെ നേതാക്കന്മാര് ഭഗവാനെ സ്വാഗതം ചെയ്തു എന്നർത്ഥം. കൃഷ്ണസ്യ സപര്യാം ചക്രുഹു. ഓരോ സംഘത്തിന്റെയും മുഖ്യന്മാര് ഭഗവാന് പ്രത്യേകമായിട്ട് സൽക്കാരം ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ ആ സമയത്ത് കൂടെ നിൽക്കും. തത്ര തത്രോപസംഗമ്യ പൗരാമംഗളപാണയഃ ചക്രുസ്സപര്യാം കൃഷ്ണസ്യ ശ്രേണീമുഖ്യാഹതൈനസഃ. അന്തഃപുരജനൈഃ പ്രീത്യാ മുകുന്ദഃ ഭുല്ലലോചനൈഃ സസംഭ്രമൈരഭ്യുപേതഃ പ്രാവിശത് രാജമന്ദിരം. അന്തഃപുരജനൈഃ പ്രീത്യാ മുകുന്ദഃ ഭുല്ലലോചനൈഃ സസംഭ്രമൈരഭ്യുപേതഃ പ്രാവിശത് രാജമന്ദിരം. ഭുല്ലലോചനൈഃ സസംഭ്രമൈഃ അന്തഃപുരജനൈഃ. നല്ല വികസിച്ച കണ്ണുകളോടുകൂടിയവരും ഭഗവാനെ കാണുമ്പോഴുണ്ടാകുന്ന പരിഭ്രമം, സംഭ്രമം, അങ്ങനെയുള്ളവരും, അങ്ങനെയുള്ള അന്തഃപുരജനങ്ങളാൽ പ്രീത്യാ അഭ്യുപേതഃ മുകുന്ദഃ, പ്രേമപൂർവം എതിരേൽക്കപ്പെട്ടവനായിട്ടുള്ള ആ ഭഗവാൻ മുകുന്ദൻ രാജമന്ദിരം പ്രാവിശത്,
ആ യുധിഷ്ഠിരന്റെ രാജധാനിയിലേക്ക്, രാജാക്കന്മാർ വസിക്കുന്ന സ്ഥാനത്തേക്ക് പ്രവേശിച്ചു. പൃഥാവിലോക്യ ഭ്രാത്രേയം കൃഷ്ണം ത്രിഭുവനേശ്വരം പ്രീതാത്മോത്ഥായ പര്യങ്കാത് സസ്നുഷാ പരിഷസ്വജേ. പൃഥാവിലോക്യ ഭ്രാത്രേയം കൃഷ്ണം ത്രിഭുവനേശ്വരം പ്രീതാത്മോത്ഥായ പര്യങ്കാത് സസ്നുഷാ പരിഷസ്വജേ. പൃഥാ കുന്തിദേവി ഭ്രാത്രേയം കൃഷ്ണം ത്രിഭുവനേശ്വരം വിലോക്യ, തന്റെ ഭ്രാത്രേയം ഭ്രാതാവിന്റെ പുത്രൻ, സഹോദരപുത്രൻ വസുദേവൻ കുന്തിയുടെ സഹോദരനാണല്ലോ. അപ്പൊ സഹോദരപുത്രനും ത്രിഭുവനേശ്വരനുമായ കൃഷ്ണനെ വിലോക്യ കണ്ടിട്ട് പ്രീതാത്മാ, വളരെ പ്രീതിയായ മനസ്സോടുകൂടി, പ്രേമപൂർവമായ മനസ്സോടുകൂടി, ഉത്ഥായ പര്യങ്കാത്, അവരിരുന്നിരുന്ന പര്യങ്കത്തിൽ നിന്ന് വേഗം എഴുന്നേറ്റ്, തന്റെ സഹോദരപുത്രനെ കണ്ടിട്ട് വേഗം ചാടി എഴുന്നേറ്റ് സസ്നുഷാ പരിഷസ്വജേ, സ്നുഷമാരോടുകൂടെ ആലിംഗനം ചെയ്തു എന്നാണ്. സ്നുഷ എന്നാൽ പുത്രന്റെ ഭാര്യ. ഇവിടെ ദ്രൗപദിയാവാം, ആ ദ്രൗപദിയോടുകൂടെ, അല്ലെങ്കിൽ മറ്റ് സുഭദ്ര മുതലായവരാവാം, അവരുമൊക്കെ ഉണ്ടാവും. 5 പേർക്കും 5 പത്നിമാര് വേറെയുണ്ട്. 5 പേർക്കും കൂടിയുള്ള ഒരു പത്നി പാഞ്ചാലി. അവരെല്ലാം എല്ലാവരോടും കൂടിയിട്ട് മരുമക്കളോടുകൂടിയ കുന്തിദേവി കൃഷ്ണനെ ആലിംഗനം ചെയ്തു എന്നർത്ഥം. സസ്നുഷ പര്യങ്കാതുത്ഥായ പരിഷസ്വജേ, വേഗം ആലിംഗനം ചെയ്തു. അപ്പൊ ആദ്യം ഭഗവാൻ അന്തഃപുരത്തിൽ ചെന്ന് കാണുന്നത് തന്റെ പിതൃ സഹോദരിയാണ്, അച്ഛൻ പെങ്ങളെയാണ് എന്നറിയാം അല്ലേ. നമ്മളും അതെ, എവിടെ ഏത് ഗൃഹത്തിലേക്ക് ചെന്നാലും അവിടെയുള്ള മുതിർന്നവരെ ആദ്യം ദർശിക്കണം. വയസ്സിന് വളരെ മൂത്ത വൃദ്ധരായിട്ടുള്ള ആളുകളെ ആദ്യം ദർശിച്ച് അവരെ ആശ്വസിപ്പിച്ച ശേഷം വേണം, കാരണം അവർക്കായിരിക്കും കാണാൻ ഏറ്റവും അധികം കൊതിയുണ്ടാവുക. അപ്പം അവരെ ചെന്ന് കണ്ട് അതിനുശേഷം വേണം മറ്റുള്ളവരുടെ കൂടെ. ഗോവിന്ദം ഗൃഹമാനീയ ദേവദേവേശമാദൃതഃ പൂജായാം നാവിദത്കൃത്യം പ്രമോദോ ബഹതോ നൃപഃ. ഗോവിന്ദം ഗൃഹമാനീയ ദേവദേവേശം ആദൃതഃ പൂജായാം നാവിദത്കൃത്യം പ്രമോദോ ബഹതോ നൃപഃ. ദേവദേവേശം ഗോവിന്ദം ഗൃഹമാനീയ, ദേവദേവേശനായ ഭഗവാനെ ഗോവിന്ദനെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രമദോ ബഹതഃ നൃപഃ, പ്രമോദോ ബഹതഃ നൃപഃ, പ്രമോദത്താൽ സന്തോഷാധിക്യം കൊണ്ട് ബാധിക്കപ്പെട്ടവനായ രാജാവ്, ആദൃതഃ ആദരവോടുകൂടിയവനായിട്ട്, പൂജായാം കൃത്യം അവിദത്, പൂജയില് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർമ്മ കിട്ടാതെയായി, അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലോ, നമുക്ക് പരിഭ്രമം ഉണ്ടായാൽ, എക്സൈറ്റ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി പ്രവർത്തനം മന്ദമാകും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന യുക്തിപൂർവം സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പൂജയൊക്കെ മാറും. ഭക്തി പാരവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. വിതുരപത്നി ഭഗവാന് പഴം കളഞ്ഞ് പഴത്തൊലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ കഥകളുണ്ടല്ലോ. അതുപോലെ കണ്ണപ്പന്റെ ഭക്തിയുണ്ടല്ലോ. അതുപോലെയുള്ളതായിട്ടുള്ള ഒരു പാരവശ്യം, ഭഗവാന് എന്തു കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എവിടുന്ന് തുടങ്ങണം എന്നൊക്കെയുള്ള ആ ഒരു സിസ്റ്റമൊക്കെ മറന്നുപോകും. അങ്ങനെ ഭക്തി പരവശനായിട്ട് യുധിഷ്ഠിരൻ ഭഗവാനെ സൽക്കരിച്ചു എന്നാണ്, പരിഭ്രമത്തോടെ സൽക്കരിച്ചു. ഗോവിന്ദം ഗൃഹമാനീയ ദേവദേവേശം ആദൃതഃ പൂജായാം നാവിദത്കൃത്യം പ്രമോദോ ബഹതോ നൃപഃ. പിതൃശ്വസുർഗുരുർസ്ത്രീണാം കൃഷ്ണശ്ചക്രേ അഭിവാദനം സ്വയം ച കൃഷ്ണയാ രാജൻ ഭഗിന്യാ ചാഭിവന്ദിതഃ. പിതൃശ്വസുഗുരുസ്ത്രീണാം കൃഷ്ണശ്ചക്രേ അഭിവാദനം സ്വയം ച കൃഷ്ണയാ രാജൻ ഭഗിന്യാ ചാഭിവന്ദിതഃ. പിതൃശ്വസുഃ പിതാവിന്റെ സ്വസാ സഹോദരി, അവരുടെയും
എന്നുവെച്ചാൽ കുന്തിദേവിയുടെയും ഗുരുസ്ത്രീണാം മറ്റ് മുതിർന്ന പ്രായമുള്ള സ്ത്രീകൾ ആരൊക്കെയാണ് അവിടെയുള്ളത് വെച്ചാൽ അവരുടെയും അഭിവാദനം കൃഷ്ണ ചക്രേ, അവരെയെല്ലാം കൃഷ്ണൻ ചെന്ന് അഭിവാദനം ചെയ്തു അഥവാ നമസ്കാരാദികൾ ചെയ്തു. സ്വയം ച രാജൻ കൃഷ്ണയാ ഭഗിന്യാ അഭിവന്ദിതഃ, സ്വയം ഭഗവാനും രണ്ടുപേരാൽ അഭിവാദനം ചെയ്യപ്പെട്ടു. ആരാണ് അവിടെ? കൃഷ്ണയാ, കൃഷ്ണ എന്ന് പറഞ്ഞാൽ പാഞ്ചാലി, ഭഗിന്യാ, ഭഗിനി എന്ന് പറഞ്ഞാൽ സുഭദ്ര, കൃഷ്ണന്റെ അനുജത്തിയായ സുഭദ്രയും അർജുന പത്നിയാണ്. ഏട്ടൻ വന്നു കണ്ടപ്പോൾ ഏട്ടനെ കാണാനായിട്ട് സന്തോഷത്തോടെ കൊതിയോടുകൂടെ വന്നതാണ്. അങ്ങനെ സുഭദ്രാദേവിയും പാഞ്ചാലിയും ഭഗവാനെ അഭിവാദനം ചെയ്തു, നമസ്കാരാദികൾ ചെയ്തു. സ്വസ്വാ സഞ്ജോതിത കൃഷ്ണ കൃഷ്ണപത്നീശ്ച സർവശഃ ആനർച്ച രുക്മിണീം സത്യാം ഭദ്രാം ജാംബവതീം തദാ കാളിന്ദീം മിത്രവിന്ദാം ച ശൈബ്യാം നാഗ്നജിതീം സതീം അന്യാശ്ചാഭ്യാഗതായാസ്തു വാസസ്രങ്മണ്ഡനാദിഭിഃ. സ്വസ്വാ സഞ്ജോതിത കൃഷ്ണ കൃഷ്ണപത്നീശ്ച സർവശഃ ആനർച്ച രുക്മിണീം സത്യാം ഭദ്രാം ജാംബവതീം തദാ കാളിന്ദീം മിത്രവിന്ദാം ച ശൈബ്യാം നാഗ്നജിതീം സതീം അന്യാശ്ചാഭ്യാഗതായാസ്തു വാസസ്രങ്മണ്ഡനാദിഭിഃ. അപ്പോ കൃഷ്ണന്റെ പത്നിമാര് തൊട്ടു പുറകിലുണ്ട്. അവരെ കണ്ടപ്പോൾ കുന്തിദേവി മരുമകളോട് അഥവാ പാഞ്ചാലിയോട് പറഞ്ഞു, വന്നിരിക്കുന്ന കൃഷ്ണപത്നിമാരെയൊക്കെ യഥാവിധി സൽക്കരിക്കൂ എന്ന്. അതാണ് ഇവിടെ സ്വസ്രുവാ സഞ്ജോതിത കൃഷ്ണ, സ്വസ്രുവിനാൽ അഥവാ ഭർത്തൃമാതാവിനാൽ കുന്തിദേവിയാൽ സഞ്ജോതിത പ്രേരിപ്പിക്കപ്പെട്ടവളായ കൃഷ്ണ പാഞ്ചാലി. അഭ്യാഗതാഹ കൃഷ്ണപത്നീഹി, അഭ്യാഗതരായിരിക്കുന്ന കൃഷ്ണപത്നിമാരെ സർവശഃ എല്ലാവരെയും വാസ സ്രക്ക് മണ്ഡനാദിഭിഹി ആനർച്ച അർച്ചനം ചെയ്തു അഥവാ സൽക്കരിച്ചു, പൂജിച്ചു. എന്തൊക്കെ കൊടുത്തിട്ട്? വസ്ത്രം, വാസം, സ്രക്ക് പൂമാലകള്, മണ്ഡനം എന്ന് പറഞ്ഞാൽ പൊട്ട്, കൺമഷി മുതലായിട്ടുള്ള അല്ലെ ദേഹത്ത് പുരട്ടാനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ മണ്ഡനങ്ങളാണ്. അലങ്കാര വസ്തുക്കൾ, ആ അലങ്കാര വസ്തുക്കളെയൊക്കെ കൊടുത്തുകൊണ്ട് സൽക്കരിച്ചു, ബഹുമാനിച്ചു. ആരെ? ആ അഷ്ടമഹിഷികളെ പേരെടുത്ത് പറഞ്ഞു. ആരെയൊക്കെ? രുക്മിണി, സത്യ, ഭദ്ര, ജാംബവതി, കാളിന്ദി, മിത്രവിന്ദ, ശൈബ്യ, നാഗ്നജിതി, സതി. അപ്പോ രണ്ടുപേരെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. ശൈബ്യയും സതി എന്ന് പറഞ്ഞതും അഷ്ടമഹിഷികളിൽ പെടുന്നവരല്ല, ഈ 16,000-ൽ പെട്ടവരായിട്ടുള്ള പ്രമുഖരാണ്. അവരെയും എടുത്ത് പറഞ്ഞുകൊണ്ട് അന്യാശ്ച മറ്റു സ്ത്രീകളെയും എന്ന് പേരെടുത്ത് പറയാത്ത ബാക്കിയുള്ള സ്ത്രീകളെ എല്ലാവരെയും ആ പാഞ്ചാലി ദേവി കൃഷ്ണപത്നിമാരെയെല്ലാം വേണ്ട പോലെ സൽക്കരിച്ചു, അവർക്കൊക്കെ സ്വീകരണം കൊടുത്തു. സുഖം നിവാസയാമാസ ധർമ്മരാജോ ജനാർദ്ദനം സസൈന്യം സാനുഗാമാത്യം സഭാര്യം ച നവം നവം. സുഖം നിവാസയാമാസ ധർമ്മരാജോ ജനാർദ്ദനം സസൈന്യം സാനുഗാമാത്യം സഭാര്യം ച നവം നവം. ആ ധർമ്മരാജാവ് സസൈന്യം സാനുഗാമാത്യം സഭാര്യം ജനാർദ്ദനം, ജനാർദ്ദനനെ ശ്രീകൃഷ്ണ ഭഗവാനെ സൈന്യസഹിതനായും അനുഗന്മാര്, അമാത്യന്മാര് എന്നുവെച്ചാൽ അനുചരന്മാരും മന്ത്രിമാരോടും കൂടിയവനായും സഭാര്യം ഭാര്യാസഹിതനായുമുള്ള ജനാർദ്ദനനെ നവം നവം സുഖം നിവാസയാമാസ, പുതിയ പുതിയ സുഖവസ്തുക്കളെ കൊണ്ട് പൂജിച്ചു. പലതരത്തില് എന്തു ചെയ്താലും യുധിഷ്ഠിരന് മതിയാവുന്നില്ല. എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധവുമില്ല. പരിഭ്രമിച്ചുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്താലും മതിയാവാത്ത പാരവശ്യത്തോടെ പുതിയ പുതിയ സുഖവസ്തുക്കളെ കൊണ്ട് ഭഗവാനെ സൽക്കരിച്ചു. തർപ്പയിത്വാ ഗാണ്ഡവേന വന്യം ഭാൽഗുണ സംയുതഃ
മോചയിത്വാമയം യേന രാജ്ഞേ ദിവ്യാ സഭാകൃത ഉവാസ കതിചിന്മാസാൻ രാജ്ഞഃ പ്രിയചകീർഷയ വിഹരൻ രഥമാരുഹ്യ ഫാൽഗുനേന ഭടൈർവൃതഃ തർപ്പയിത്വാ ഗാണ്ഡവേന വന്യം ഫാൽഗുന സംയുതഃ മോചയിത്വാ ഭയം യേന രാജ്ഞേ ദിവ്യാ സഭാകൃത. ഇവിടെ മുമ്പ് ഭഗവാൻ ചെയ്തിട്ടുള്ള ഒരു ഉപകാരത്തെ ഓർമ്മിക്കുകയാണ്. ഭഗവാൻ എന്ത് ചെയ്തു? ഫാൽഗുന സംയുതഃ ഗാണ്ഡവേന വന്യം തർപ്പയിത്വാ മയം മോചയിത്വാ യേന രാജ്ഞേ ദിവ്യാ സഭാകൃത. ഭഗവാനാൽ ഈ ചെയ്ത സഹായം എന്താണ്? അർജുനനോടുകൂടെ ഫാൽഗുന സംയുത, ഫാൽഗുനനോട് കൂടിയിട്ട് ഗാണ്ഡവേന വന്യം തർപ്പയിത്വ, ഗാണ്ഡവം എന്നുള്ള വനത്തെ അഗ്നിക്ക് തൃപ്തിപ്പെടുത്തും പോലെ ദഹിപ്പിക്കാൻ അനുവദിച്ചു കൊടുത്തിട്ട്, ഗാണ്ഡവദാഹം എന്നുള്ളതായിട്ടുള്ള കഥ എല്ലാവർക്കും അറിയാം മഹാഭാരതത്തിൽ അല്ലേ? അഗ്നിദേവന് ദഹനക്കേട് പിടിച്ചൂന്നും ബ്രഹ്മദേവനോട് ചോദിച്ച് എന്താ പ്രതിവിധി എന്ന് പറഞ്ഞപ്പോൾ ഗാണ്ഡവം എന്നുള്ള വനത്തെ അങ്ങ് ഭക്ഷിച്ചാൽ അങ്ങയുടെ എന്താ പറയുക ഉദരക്ലേശങ്ങളെല്ലാം മാറിക്കിട്ടും എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ച് അഗ്നിദേവൻ ഈ ഗാണ്ഡവ വനത്തെ ദഹിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവിടെ തക്ഷകൻ എന്ന് പറഞ്ഞ നാഗം താമസമുള്ളത് കൊണ്ട് തക്ഷകൻ ഇന്ദ്രനെ പ്രാർത്ഥിക്കും. ഇന്ദ്രൻ അഗ്നിയെ കൊണ്ട് ഈ വനത്തെ ദഹിപ്പിക്കാൻ അനുവദിക്കില്ല, മഴ പെയ്യിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പല പ്രാവശ്യം അഗ്നി പരാജയപ്പെട്ടു. അപ്പോഴാണ് അഗ്നിദേവൻ വഴി കണ്ടെത്തിയത്. ഭഗവാൻ കൃഷ്ണൻ ഒരിക്കൽ ആ വഴിക്ക് വന്നപ്പോൾ കൃഷ്ണനെയും അർജുനനെയും ഒന്നിച്ചു കണ്ട് സഹായം അഭ്യർത്ഥിച്ചു. അതനുസരിച്ച് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ് ഒരു ശരപഞ്ചരം തീർത്ത്, എന്നുവെച്ചാൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് അഗ്നിക്ക് ആ വനത്തെ മുഴുവൻ ദഹിപ്പിക്കാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ വനത്തെ ദഹിപ്പിക്കുന്ന സമയത്ത് തക്ഷകൻ അഭയം ചോദിച്ച് അഭയം കൊടുത്തു. മയൻ എന്ന് പറഞ്ഞ അസുരശില്പിയും അവിടെ ഉണ്ടായിരുന്നു. ആ മയനും ഭഗവാൻ അഭയം കൊടുത്തു. ആ മയനാണ് പിന്നീട് ഇന്ദ്രപ്രസ്ഥത്തിലെ അത്ഭുതമായിട്ടുള്ള ആ സഭ നിർമ്മിച്ചു കൊടുത്തത്. ഇന്ദ്രപ്രസ്ഥവും അവിടുത്തെ ആ ദുര്യോധനന് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കിയ അല്ലേ ആ ഒരു ആർക്കിടെക്ചർ മാർവൽ എന്നൊക്കെ പറയാവുന്ന ഒരു അത്ഭുതമായിരിക്കുന്ന സ്ഥലജല ഭ്രാന്തി ഉണ്ടാക്കുന്ന ആ സഭയെയും നിർമ്മിച്ചു കൊടുത്തു. അതാണ് ഇവിടെ പറയുന്നത്. ഫാൽഗുന സംയുത ഗാണ്ഡവേന വന്യം തർപ്പയിത്വ, അർജുനനോടുകൂടി ഗാണ്ഡവത്തെ വനത്തെ ദഹിപ്പിച്ചുകൊണ്ട് അഗ്നിക്ക് സന്തോഷം കൊടുത്ത് മയം മോചയിത്വ, അതിൽ നിന്ന് മയനെ മോചിപ്പിച്ചുകൊണ്ട് യേന രാജ്ഞേ ദിവ്യാ സഭാകൃത, ഏതൊരു മയനാലാണോ രാജാവിനായിക്കൊണ്ട് ദിവ്യമായ അലൗകികമായിട്ടുള്ള ആ സഭ നിർമ്മിച്ചു കൊടുത്തത്, അതെല്ലാം സ്മരിച്ചുകൊണ്ടാണ് യുധിഷ്ഠിരൻ ഭഗവാനെ സ്വീകരിക്കുന്നത് എന്ന് താല്പര്യം. ഭഗവാന്റെ അനുഗ്രഹമാണ് ഈ ഇന്ദ്രപ്രസ്ഥം എന്ന് യുധിഷ്ഠിരന് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് ഭഗവാനോടുള്ള കൃതജ്ഞതയോടെ ഭഗവാനെ സൽക്കരിക്കുകയാണ്. ഉവാസ കതിചിന്മാസാൻ രാജ്ഞഃ പ്രിയചികീർഷയ വിഹരൻ രഥമാരുഹ്യ ഫാൽഗുനേന ഭടൈർവൃതഃ. ഉവാസ കതിചിന്മാസാൻ രാജ്ഞഃ പ്രിയചികീർഷയ വിഹരൻ രഥമാരുഹ്യ ഫാൽഗുനേന ഭടൈർവൃതഃ. രാജ്ഞഃ പ്രിയചികീർഷയ, ഈ രാജാവിന് പ്രിയം ചെയ്യാനായിക്കൊണ്ട് ഫാൽഗുനേന ഭടൈഹി വൃതഃ രഥമാരുഹ്യ വിഹരന് കതിചിന്മാസാനുവാസ. ആ അർജുനനോടുകൂടെ ഭടന്മാരോട് കൂടിയിട്ട് രഥത്തിൽ കയറിക്കൊണ്ട് വിഹരിച്ചുകൊണ്ട് ക്രീഡിക്കുന്നവനായിട്ട് ഭഗവാൻ കുറച്ച് മാസങ്ങൾ അവിടെ താമസിച്ചു. അപ്പോൾ ആദ്യം പോയി കുറച്ച് മാസങ്ങൾ അവിടെ താമസിച്ചതിന് ശേഷമാണ് ഇനിതാ സഭയിൽ വെച്ച് മീറ്റിംഗ് അല്ലേ, രാജസൂയയാഗം ആലോചന. അത് അടുത്ത 72-ാം അധ്യായത്തിലാണ്
നമുക്കത് പിന്നീട് കാണാം. ഇപ്പോൾ നമുക്കിവിടെ സമർപ്പിക്കാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ കൃഷ്ണസ്യ ഇന്ദ്രപ്രസ്ഥാഗമനം നാമ ഏകസപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. ഇന്ന് ദയാനന്ദ സ്വാമിജിയുടെ ജയന്തി കൂടിയാണ്. ഇംഗ്ലീഷ് ഡേറ്റ് 1930 ഓഗസ്റ്റ് 15 ദയാനന്ദ സരസ്വതി സ്വാമിജികൾ ഭൂജാതനായത്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 95 വയസ്സ് കഴിയുന്നു. 96ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ 96ാം ജയന്തി എന്ന് പറയാം. അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ സ്വാമിജിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. സ്വാമിജിയുടെ കാരുണ്യമാണ് നമ്മുടെയൊക്കെ ജീവിതം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ആനന്ദത്തിനും സ്വാമിജിയോട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നുണ്ട്, എപ്പോഴും ഉണ്ട്. എങ്കിലും നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ജയന്തി എന്നുള്ള ഓഗസ്റ്റ് 15 ഒരു സ്മരണ. ഞാൻ ആ ദയാനന്ദ പഞ്ചകം ആലപിക്കാം. ഒന്ന് എടുത്തിട്ട് വരാം. മറന്നു എടുത്തിട്ട് വരാം. ഇന്ന് ജന്മാഷ്ടമി അയ്യോ നോർത്തിലൊക്കെ ഇന്ന് ജന്മാഷ്ടമിയാണോ? നമ്മൾ സെപ്റ്റംബർ 14 ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിൽ ആഘോഷിക്കുന്നത്. വടക്കേന്ത്യയിലെ ശ്രാവണ മാസത്തിലെ ജന്മാഷ്ടമി കൂടിയാണ് അല്ലേ? യെസ്, ഓക്കെ. ഹരേ കൃഷ്ണ. കൃഷ്ണ ജന്മാഷ്ടമി ആശംസകളും എല്ലാവർക്കും. വടക്കേന്ത്യയിൽ ഇന്നാണ് ശ്രാവണ മാസത്തിലെ രോഹിണി നക്ഷത്രം, അതുപോലെ അഷ്ടമി തിഥിയും. ദയാനന്ദ പഞ്ചകം ആലപിക്കാം. നാരായണ. നാളെയാണോ ജന്മാഷ്ടമി? സദാ സ്മേരവക്ത്രം കൃപാപൂർണനേത്രം സ്ഥിരം ദീനമിത്രം ജനപ്രീതിപാത്രം സുവിജ്ഞാതശാസ്ത്രം കഷായാക്തവസ്ത്രം ദയാനന്ദരൂപം മദാചാര്യമീഡേ. ദയാനന്ദരൂപം മദാചാര്യമീഡേ.
പരബ്രഹ്മനിഷ്ഠം സ്വതോ ധർമ്മനിഷ്ഠം അഹിംസൈകനിഷ്ഠം സ്വശിഷ്യൈ സുജുഷ്ടം യദീനാം വരിഷ്ഠം ഗുരുണാം ഗരിഷ്ഠം ദയാനന്ദരൂപം മദാചാര്യമീഡേ ദയാനന്ദരൂപം മദാചാര്യമീഡേ സുശാസ്ത്രേ ചരന്തം സദാ സഞ്ചരന്തം ജനാൻ ബോധയന്തം ഭവാദുദ്ധരന്തം മടാൻ സ്ഥാപയന്തം ഗുരൂൻ പൂജയന്തം ദയാനന്ദരൂപം മദാചാര്യമീഡേ ദയാനന്ദരൂപം മദാചാര്യമീഡേ കലാനാം പ്രചാരം ദധാനം വിനമ്രം സ്വയം ഗ്രന്ഥകാരം സതാമാനിദാരം നമത്താപഹാരം സ്വയം നിർവികാരം ദയാനന്ദരൂപം മദാചാര്യമീഡേ ദയാനന്ദരൂപം മദാചാര്യമീഡേ സദാ ശാന്തിമൂർത്തിം സദാക്ഷാന്തിമൂർത്തിം സദാ ദാന്തിമൂർത്തിം സദാ സത്യമൂർത്തിം പ്രമാണപ്രവൃത്തിം ദിശന്തം സുകീർത്തിം ദയാനന്ദരൂപം മദാചാര്യമീഡേ ദയാനന്ദരൂപം മദാചാര്യമീഡേ ഇദം പഞ്ചകം യഃ പഠേത് ശുദ്ധചിത്തഃ സദാ മോക്ഷമാർഗേ നിതാന്തം പ്രവൃത്തഃ പ്രസാദാത് സശാസ്തുർഭവേത് ജ്ഞാനയുക്തഃ സജീവൻ മൃദോ വാ ഭവേത് നിത്യമുക്തഃ സജീവൻ മൃദോ വാ ഭവേത് നിത്യമുക്തഃ ദയാനന്ദരൂപം മദാചാര്യമീഡേ ദയാനന്ദരൂപം മദാചാര്യമീഡേ ദയാനന്ദരൂപം മദാചാര്യമീഡേ. ഓം ശ്രീ ദയാനന്ദ സദ്ഗുരവേ നമഃ. ഹരി ഓം നാരായണ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ, കൃഷ്ണാഷ്ടമി ആശംസകൾ, ദയാനന്ദ സ്വാമിജിയുടെ ജയന്തി അനുഗ്രഹ ആശംസകൾ. നാളെ കാണാം. ഇന്ന് വൈകിട്ടും വാൽമീകി രാമായണം കാണാം. വാൽമീകി രാമായണം അവിടെ നിന്ന് പ്രധാനമായിട്ട് കുട്ടികൾക്ക് നടത്തിയ മത്സരങ്ങളിലേക്ക് സമ്മാനദാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് സമയമുള്ള പോലെ രാമായണം, നാളെയും കൂടി രാമായണം മാസം ഉണ്ട്. എല്ലാവരെയും കാണാം. മറ്റന്നാൾ തൊട്ട് തിരക്കുകളായി, യാത്രകളായി. നാളെയും കൂടിയേ നമുക്ക് ഇപ്പോൾ ഈ ക്ലാസ്സിലുള്ള നേരിൽ കാണാൻ സാധിക്കുള്ളൂ. നോക്കാം, വഴിയിലെവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്ന സമയത്ത് ഒഴിവുണ്ടെങ്കിൽ ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. പകലൊക്കെ ക്ലാസ് തിരക്കായിരിക്കും, വൈകുന്നേരങ്ങളിൽ പറ്റുമോ നോക്കാം. യാത്രകളിലായിരിക്കോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കോ നോക്കിയിട്ട് ചെയ്യാം. കാസർഗോഡ് മുതൽ ആദ്യം മംഗലാപുരത്ത് നിന്ന് തുടങ്ങും. മംഗലാപുരത്ത് കുദ്രോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു ഗോകർണനാഥ ക്ഷേത്രമുണ്ട്. അവിടെ നിന്നുള്ള ദീപപ്രോജ്വലനം
ചെയ്ത് ആ ദീപത്തോട് കൂടിയിട്ടാണ് ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന ഘോഷയാത്ര അല്ലെങ്കിൽ സന്യാസിമാരുടെ ധർമ്മസന്ദേശ യാത്ര. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ പോയിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 18-ാം തീയതി കുദ്രോളിയിൽ ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് തുടങ്ങി പിന്നെ കാസർഗോഡ് വഴി യാത്രയാണ്. വഴിയിൽ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ച് വന്ന് കാണാവുന്നതാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പിന്നീട് പാലക്കാട്, പിന്നെ തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. അങ്ങനെയാണ് യാത്ര. നാരായണ. നാളെ കാണാം. എല്ലാവർക്കും ശുഭദിനം. ഹരി ഓം.